ഹലോ ഫ്രണ്ട്സ്, KL19 ശ്രീതി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് ആദ്യം തന്നെ ഫിറോസിന്റെയും സജ്നയുടെയും ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗൈസ്. നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത് അതിന്റെ എന്ത് ചോദിക്കണം എന്താണെന്നറിയോ, അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പലരും ഇവിടെ സിസ്റ്റം ചിലത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആകാവുന്നു. നമ്മൾ ആ സിസ്റ്റം ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എന്താണ് സംഭവം വ്യക്തമായിട്ട് പറഞ്ഞു. എന്ത് സംഭവമാണ്? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കടല കഴിച്ചു, ചോറുണ്ട്, അതിലെല്ലാം ഉപരി ഞാൻ ഇവരെ എൻ്റെ നാഗരാപ്പങ്ങളെ വന്ന് കാണാം. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഇതിക്കുള്ള എന്തുകൊണ്ട് പറയേണ്ടത്? ഇവരെവിടെ പോയാലും നടക്കണ്ടാവും. എനിക്കെല്ലാം അറിയണം. ബസ്സിൽ പോയപ്പോ പോലെ ഞാൻ ഇവരെ ഞാൻ നടത്തിരിക്കും. ഭയങ്കര ഫ്രണ്ട്സ് ആട്ടോ. ഇത് നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്കാണ് ഇവരുടെ റിലേഷൻ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഒരു റിലേഷൻഷിപ്പിന്റെ അപ്പുറത്തേക്ക് ഫ്രണ്ട്സ് ആയിട്ട് തുടരാൻ ഭയങ്കര ഒരു ഹെൽത്ത് മെന്റൽ ഹെൽത്ത് വേണം. ഒരു ഘട്ടത്തിന് അപ്പുറത്തുന്നതിന് മുന്നേ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന തീരുമാനം ഞങ്ങൾ ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇതിന്റെ ബാക്കി വിശേഷം ഞങ്ങൾ അല്ലാതെ പറഞ്ഞോളാം. ആ ഒരു എക്സ്ക്ലൂസീവ് കൊടുക്കാനുള്ളതാണ് ഫിറോസിന്റെ സ്വന്തം ചാനൽ. അപ്പൊ ആൾക്കാർ പറയുന്നുണ്ടേ, ഓ ഇതിന് വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്ത്. ഈ സജ്ന ഫിറോസ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ മലയാള പ്രേക്ഷകരുടെ മനസ്സിലോട്ട് ഇടം നേടിയത് നമ്മുടെ ബിഗ് ബോസിലൂടെയാണ്. ഈ ഒരു ബിഗ് ബോസിനുള്ളിൽ ഇവർ പോകുമ്പോൾ തന്നെ ഇവരൊരു ഫാമിലി കപ്പിളായിട്ടാണ് ഇവർ മത്സരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ കുറച്ച് പ്രവൃത്തികളൊക്കെ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു മത്സരാർത്ഥികളായിരുന്നു ഈ രണ്ടുപേരും എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എന്തൊക്കെയോ ഇവരുടെ ലൈഫിൽ ഉള്ള പ്രശ്നങ്ങൾ കാരണം രണ്ടുപേരും ഡിവോഴ്സ്ഡ് ആണ്, രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സജ്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കുറച്ച് കരച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ കുറച്ച് ദിവസം മാത്രം. അതിനുശേഷം സജ്ന ഈ പറയുന്ന ഇനാഗ്രേഷൻ കൂടാതെ വേറെ പ്രോഗ്രാംസ് ആയിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയ രണ്ട് വ്യക്തികളാണ് ഈ പറയുന്ന സജ്നയും ഫിറോസും എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം ഇവർ രണ്ടുപേരും ഒത്തു പുറത്ത് വന്നിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന വീഡിയോ ആണ്. ഇതിൽ സജ്ന തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇവരുടെ തീരുമാനം. ഇവരെന്തായാലും ഒന്നിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അവർ എന്ത് ചെയ്യുന്നില്ല, പുറത്ത് പറയുന്നില്ല. ഇവർ സ്വന്തമായിട്ടൊരു വ്ലോഗിലൂടെ അവരത് മലയാള പ്രേക്ഷകരിലേക്ക്, അതായത് നിങ്ങളോട്ട് എത്തിക്കും എന്നാണ് അവർ പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവരിപ്പോഴും ഫ്രണ്ട്സ് ആണ് എന്ന് പറയുന്നത്. അതിൽ എന്ത് ലോജിക്കാണുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകില്ല. അതായത് വിവാഹം കഴിഞ്ഞ് അതായത് ഡിവോഴ്സ് ആയതിനു ശേഷം മാക്സിമം ഈ സ്ത്രീകൾ എന്തിനാണ് ഡിവോഴ്സ് ചെയ്യുന്നത്? ആ ഹസ്ബൻഡിനെ കാണരുത്, ദൈവം ഈ ഒരു ജീവിതത്തിൽ ഒരിക്കലും അവരെ കാണരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും. കാരണം അത്രയും വേദന സഹിച്ചിട്ടായിരിക്കും ഇവർ ഡിവോഴ്സ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഇവർക്ക് എങ്ങനെയാണ് ഒരു ഫ്രണ്ട് ആയിരിക്കാൻ പറ്റുക? നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതൊരിക്കലും ഒരു ഫ്രണ്ട് അല്ല. അത് അപ്പോഴും അവരെന്താണ്, അവർ റിലേഷൻഷിപ്പിൽ തന്നെയാണ്. ഇവരിനി അല്ല ഇതിന് ഫിറോസ് എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളികളാരും പൊട്ടന്മാരല്ലല്ലോ. ഈ വീഡിയോ കണ്ട് നിങ്ങളാരും പൊട്ടന്മാരല്ലല്ലോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ഇവർ ഫ്രണ്ടാണോ അല്ലെങ്കിൽ ഫ്രണ്ടായിട്ടിരിക്കാൻ പറ്റുമോ? ഒരു ഭാര്യ ഭർത്താവായി ഇരുന്നവര് ഡിവോഴ്സിന് ശേഷം ഫ്രണ്ടായിട്ടിരിക്കാൻ പറ്റും? ആക്ച്വലി എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ. ഇനി അവരങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറഞ്ഞാലും അതിനുള്ളിൽ നടക്കുന്ന വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് സത്യമാണ്. ഇനി മേ ബി ഇവർ ഈ പറഞ്ഞതുപോലെ വീണ്ടും ഒന്നിക്കാനായിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം ഇവർക്ക് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി അല്ലാതെ ഇവർക്ക് ആ ഉള്ളിൽ മനസ്സിൽ സ്നേഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ ഒന്നിക്കട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരാണ് എൻ്റെ ഈ ഒരു വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് എന്തായാലും നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.